അങ്ങനെ വിക്രം വേദയെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് വേദയാണെങ്കിലും ഹലോ ആരാണ് സാർ, എനിക്ക് മനസ്സിലായില്ല സാറിനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയിക്കായിരിക്കും അറിയാത്ത പോലെ വിക്രം വിളിക്കുമ്പോൾ. അപ്പോൾ വിക്രമാണെങ്കിലും പറയും മതി നിൻ്റെ അഭിനയം, ആരാന്ന് നിനക്ക് മനസ്സിലായില്ലേടി എന്നൊക്കെ പറയുമ്പോൾ ആരാ, ഓ വിക്രമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമായിരിക്കും നമ്മുടെ വേദ. ആ സമയം വിക്രമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മതി നിൻ്റെ അഭിനയം, എൻ്റെ ആ ഡോക്യുമെൻ്റ് നീ എവിടെ എടുത്ത് വെച്ചതെന്ന് പറയടി എന്ന് പറയുമ്പോൾ ഏത് ഡോക്യുമെൻ്റ്, എന്ത് ഡോക്യുമെൻ്റ്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫയലാണ്, അത് നീ എവിടെ വെച്ചതെന്ന് പറ, അന്ന് വൃത്തിയാക്കുമ്പോൾ നീ അല്ലേ അത് എവിടെ കൊണ്ട് വെച്ചത്, എൻ്റെ അടുത്ത് അത് എനിക്ക് ഒരാളത് വിവരം പറഞ്ഞു തന്നായിരുന്നു, എവിടെയാണെന്ന് വെച്ചതെന്ന് മര്യാദയ്ക്ക് പറ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തലായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലോ എന്നോട് നല്ല സോഫ്റ്റായിട്ട് പറ, എന്നാലേ എനിക്ക് ആലോചിച്ചാൽ കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശരി ശരി എവിടെയാണെന്ന് പറയും, എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതായതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഒന്ന് ദേഷ്യമൊക്കെ കുറച്ച് പറയുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ, ആ ഫയൽ എവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്ന പോലെയൊക്കെ കാണിക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയായിരിക്കും. എടി കുരുപ്പേ അത് എവിടെയാണ് വെച്ചതെന്ന് പറയാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഫോൺ വയ്ക്കുക, എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലേ ഞാനൊന്നും പറഞ്ഞു തരില്ല എന്നൊക്കെ റിയാക്ട് ചെയ്യേ. എന്നിട്ട് പിന്നെ വേറെ വഴിയില്ലാണ്ട് വിക്രമാണെങ്കിലും സമാധാനത്തിൽ ചോദിക്കുമ്പോൾ വേദയാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പറയുമായിരിക്കും ഫയൽ ഞാൻ അവിടെയല്ലേ വെച്ചത്, അതുകൊണ്ട് അവിടെ വന്നാൽ എനിക്ക് എവിടെ വെച്ചതാണെന്ന് കണ്ടുപിടിച്ച് എടുത്തു തരാൻ സാധിക്കുള്ളൂ, എന്നാൽ പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിലും വേഗം ഫോൺ കട്ട് ചെയ്യുമായിരിക്കും. അതേസമയം വിക്രമാണെങ്കിൽ ഹലോ ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഫോൺ കട്ട് ചെയ്തിട്ട് എന്ന് അറിയുമ്പോൾ പിന്നെ വിക്രമാണെങ്കിലും കോൾ കട്ട് ചെയ്തിട്ട് ഓ ഇനിയിപ്പോൾ എന്തൊരു കഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. വേദിയുടെ കോള് കട്ടായ ഉടനെ തന്നെ വിക്രമിൻ്റെ ഫോണിലേക്ക് ആ ഒരു പാർട്ടി പ്രവർത്തകൻ വിളിക്കുകയായിരിക്കും. എന്നിട്ട് പറയും എന്തായി ഫയലിൻ്റെ കാര്യം, നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടേക്ക് എത്തണം, വേണ്ടപ്പെട്ട ഫയലാണ് എന്നൊക്കെ പറയുമ്പോൾ വിക്രമാണെങ്കിലും ആ ശരി സാർ ഞാൻ എത്തിക്കോളാം എന്നുള്ള രീതിക്ക് ഫോണ് കട്ട് ചെയ്യുമായിരിക്കേ. വിക്രമനാണെങ്കിൽ വേദയെ വിളിക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവും ഉണ്ടാവില്ല. അതേസമയം വേദയാണെങ്കിൽ എല്ലാവരും കൂടി അച്ഛൻ്റെ ബർത്ത്ഡേക്കുള്ള സദ്യയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വേദയാണെങ്കിൽ സന്തോഷത്തിലിങ്ങനെ ഇലയിൽ സദ്യ കൊണ്ട് ഇരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും ദർശൻ്റെ അമ്മ പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനിക്കുന്നതല്ലേ നല്ലത്, എന്തായാലും വേദ വന്നുവല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ദർശൻ്റെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ആ ശരിയാണ്, നമുക്കെന്തായാലും വേദ വന്ന സ്ഥിതിക്ക് വേദയുടെയും ദർശൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് ആലോചിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ വേദ പറയുമായിരിക്കും നിങ്ങളെല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം, ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്, വിക്രമിൻ്റെ ഫാമിലിക്ക് ഞാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ പരിഗണന തരുന്നത് അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് വിക്രം പോയിട്ടില്ല, ഞാനൊരു ബന്ധം ഉപേക്ഷിച്ചിട്ടും അല്ല ഇങ്ങോട്ട് വന്നത്, എനിക്ക് വിക്രം വിളിച്ചാൽ എന്തായാലും പോവേണ്ടിയും വരും, വിക്രം എന്നെ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാൻ വരും, അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചു പോകും എന്നിങ്ങനെ പറയേ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ദർശൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറൊന്നും പറയാനുള്ള എന്നുള്ള രീതിക്ക് വേദയാണെങ്കിലും പറയുമ്പോൾ അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ ചോദിക്കായിരിക്കും നീ എന്താണ് ഈ പറയുന്നത്, അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് മുഴുവൻ നാടകമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദയാണെങ്കിലും പറയും എല്ലാവർക്കും തെറ്റുകൾ പിന്നെ തിരുത്താനായിട്ട് തോന്നുമല്ലോ, അച്ഛനെന്നാൽ വിക്രം കാണിച്ച ഒരു തമാശയായിട്ട് കരുതിയാൽ മതി, എനിക്ക് പോയേ മതിയാകൂ എന്നിങ്ങനെ തീരുമാനിക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ഈശ്വര എന്നുള്ള രീതിക്ക് ഭയങ്കര സന്തോഷമാവുമായിരിക്കും കേട്ടോ വേദയുടെ ഈ ഒരു തീരുമാനം കേൾക്കുമ്പോൾ. ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് ആണെങ്കിലും ചൂടായിട്ട് ഓരോന്ന് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടാവും. അമ്മയാണെങ്കിലും പറയും നീ എന്തേ പറയുന്നത് മോളെ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ പറയുമായിരിക്കും. ആ സമയമായിരിക്കും വിക്രം വണ്ടിയിൽ വരുന്നത്, ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതാ വന്നു, ഹോണടി കേൾക്കുന്നുണ്ട്, എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ, എന്നിട്ട് എടി വേദാളോ എവിടെയാടി വേഗം വാ എന്ന് പറഞ്ഞ് വിക്രമാണെങ്കിൽ ഇങ്ങനെ അലറി വിളിക്കുകയായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും അച്ഛനോട് പറയുമായിരിക്കും എനിക്ക് ബർത്ത്ഡേ കൂടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് എനിക്ക് ബർത്ത്ഡേ കൂടണം എന്നുള്ള ആഗ്രഹം ഉള്ളതും കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്തായാലും എനിക്ക് ബർത്ത്ഡേ കൂടാനും സാധിച്ചു, അച്ഛൻ്റെ ബർത്ത്ഡേ സദ്യയിൽ ഒരു ഉരുളയും കഴിക്കാനും സാധിച്ചു, ഇനി ഞാൻ പോവുകയാണെന്ന് പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും വേഗം കൈയൊക്കെ കഴുകി ഇങ്ങനെ തുടച്ച് വരുന്ന സമയത്ത് വിക്രമാണെങ്കിലും ദേഷ്യം വന്നിട്ട് വീണ്ടും വേദാളം വാ എന്നുള്ള രീതിക്ക് ഹോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് വേദയുടെ അനിയത്തി പറയും എന്ത് വേദാളോ, അപ്പോൾ വേദയാണെങ്കിലും പറയായിരിക്കും എന്നെ വിക്രം അങ്ങനെയാണ് സ്നേഹത്തോടെ വിളിക്കാറ്, എനിക്കിട്ട ചെല്ലപ്പേരാണെന്ന് പറയുമ്പോൾ
വേദയുടെ അനിയത്തിയാണെങ്കിലും ഒരു താല്പര്യമില്ലാത്ത പോലെ ഒരു വിക്രമാദിത്യനും വേദാളോ എന്നിങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും എല്ലാവരോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങായിരിക്കും, ബൈക്കിൽ കയറി ഇരിക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് പറയും വിക്രമാണെങ്കിൽ എന്താ നിനക്ക് ഇത്ര നേരം, വേഗം കയറും എന്ന് പറഞ്ഞ് കയറ്റിയിട്ട് സ്പീഡിൽ കൊണ്ടുപോകുമായിരിക്കും. എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും വീട്ടിലെത്തുമായിരിക്കും. വിക്രമിൻ്റെ അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി വരികയായിരിക്കും. ആ സമയത്തായിരിക്കും ഇവർ രണ്ടുപേരും വന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ അമ്മയാണെങ്കിലും വന്നിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടാവും കേട്ടോ വേദ വന്നത് കാണുമ്പോൾ. എന്നിട്ട് പിന്നെ വേദയാണെങ്കിൽ അമ്മയോട് പറയുമായിരിക്കും, ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് പാലിച്ചു അച്ഛാ, എന്നെ വിക്രമൻ വന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. അമ്മയാണെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യും, അച്ഛൻ വന്ന് വിളിച്ചാൽ വരില്ലേ അമ്മേ എന്നുള്ള രീതിക്ക് ചോദിക്കുകയായിരിക്കും കേട്ടോ, ഒന്ന് ആക്കുന്ന പോലെ. എന്നിട്ട് വേദയാണെങ്കിലും പറയുമായിരിക്കും, ഞാൻ വിക്രമൻ വിളിച്ചതുകൊണ്ട് മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിലും അങ്ങനെ നിൽക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അച്ഛനാണെങ്കിലും നീ സൂക്ഷിച്ചോ കമലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വരുന്നത് കാണുമ്പോൾ നന്ദിനിയും ശ്രീജയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടാവും. ശ്രീജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുമായിരിക്കും. എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും നീ വേഗം അത് എടുത്ത് താ എന്ന് പറഞ്ഞ് പോവുമായിരിക്കും കേട്ടോ. എനിക്ക് പെട്ടെന്ന് എടുത്ത് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വേദയാണെങ്കിൽ ആ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വിക്രമിൻ്റെ റൂമിലേക്ക് ചെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാം നിരത്തി ഇട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ വേദയാണെങ്കിലും പറയും, ഇതെന്താണിത്, ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരിക്കും. അപ്പോൾ വിക്രമാണെങ്കിലും പറയും, നീ കിടന്ന് പ്രസംഗിക്കാണ്ട് എനിക്ക് ആ ഫയൽ എത്രയും പെട്ടെന്ന് എടുത്തതാന്ന് പറഞ്ഞപ്പോൾ വേദയാണെങ്കിലും പറയും, ഇങ്ങനെ അലങ്കോലാക്കിയിട്ടിരിക്കുന്ന റൂമിൽ നിന്ന് ഞാൻ എങ്ങനെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നോട്ടമായിരിക്കും കേട്ടോ എല്ലാം അവിടെ. എന്നിട്ട് പറയും, എനിക്ക് ചൂടെടുത്തിട്ട് പോയി ആ ഫാനൊന്ന് ഇട്ട് തരുമെന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും വിക്രമാണെങ്കിലും വേഗം ഫാനൊക്കെ ഇട്ട് കൊടുക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ വേദ ആലോചിച്ച് അവസാനം ബെഡിൻ്റെ അടിയിൽ നിന്ന് ഒരു പെട്ടി എടുത്തിട്ട്, ഞാൻ ഇതിൽ ഭദ്രമായിട്ട് എടുത്ത് വെച്ചതാണ്, ഈ ഫയൽ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിനിപ്പോൾ അത്രയും വിലപ്പെട്ട ഫയലല്ലേ, അതുകൊണ്ടാണ് ഞാനിതിൽ എടുത്ത് വെച്ചത് എന്ന് പറഞ്ഞ് ആ ഫയൽ എടുത്ത് കൊടുക്കുകയായിരിക്കേ. അപ്പോൾ വിക്രമാണെങ്കിലും ആ ഒരു പെട്ടിയിൽ വേറൊരു ഫയൽ കാണുമ്പോൾ അതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ആരെങ്കിലും പുറത്തിങ്ങനെ എടുത്ത് വെക്കുമോ, ഞാനത് സൂക്ഷിച്ച് വെച്ചതാണ്. വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ വാല്യൂ എനിക്കറിയാം, എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇത്രയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാനിതിൽ ഭദ്രമായിട്ട് എടുത്ത് വെച്ചത് എന്ന് പറയുമ്പോൾ വിക്രമിനാണെങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷമാവുമായിരിക്കും. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും പറയുന്നുണ്ട്, ഇതൊക്കെ ഇനി എടുത്തു വെക്കേണ്ടത് എൻ്റെ കടമയല്ലേ, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ കൂടി വിക്രമിന് ഭയങ്കര സന്തോഷമാവുമായിരിക്കും. എന്നിട്ട് വേദയോട് താങ്ക്സ് പറയും. അപ്പോൾ വേദയാണെങ്കിലും യു ആർ വെൽക്കം എന്ന് സന്തോഷത്തോടെ ആയിരിക്കും കേട്ടോ പറയുന്നത്. എന്നിട്ട് പിന്നെ വിക്രമാണെങ്കിലും പോകുന്ന സമയത്ത് ആലോചിക്കുകയായിരിക്കും, സാറ് വിളിച്ചിട്ട് ഭാര്യയെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ നാളത്തെ ഫംഗ്ഷന്, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വേദിയെടുത്ത് പറയുമായിരിക്കും, നാളത്തെ ഫംഗ്ഷന് നിന്നെ കൂടി സാറ് വിളിച്ചിട്ടുണ്ട്, നീ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും വരാമെന്നുള്ള രീതിക്ക് വിക്രമനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ ശരിക്കും ഭയങ്കര സന്തോഷമാവുമായിരിക്കും കേട്ടോ വിക്രം വിളിച്ചു എന്ന് അറിയുമ്പോൾ. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും ആ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.